ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MA ഹിസ്റ്ററിയുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി ആൻഡ് തിയറി എന്നത്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇനി വരുന്നത് ജോഹാൻ ഹേർഡനെ കുറിച്ചാണ്. ജോഹാൻ ഗോട്ട്ഫ്രൈഡ് വോൺ ഹേർഡൻ വാസ് എ ഹാർബിംഗർ ഓഫ് ജർമ്മൻ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് and was also an innovator in philosophy of history and culture. His work, Ideen zur Philosophie der Geschichte, her Menschheit, outlines of a philosophy of the history of man, published between 1784 and 1791, anticipated Darwin its claim that all and organic life is connected and evolving progressively toward human beings, the highest forms of life. It is divided into 4 parts, and according to historian R.G. Collingwood, it is a marvelous quantity of fertile and valuable thoughts. He turned the interest of historians away from the political and diplomatic history and towards social and intellectual history. For him, history as a whole is a purely natural history of human forces, actions and instincts. ജർമ്മൻ റൊമാൻറ്റിക് പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനായിരുന്നു ജോഹാൻ ഗോട്ട്ഫ്രൈഡ് വോൺ ഹേർഡ്. ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തത്വചിന്തയിലെ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഇദീൻ സൂർ ഫിലോസഫി ദ ഗസ്റ്റി ദ മെൻഷിത് എന്ന ജർമ്മൻ ഭാഷയിലുള്ള, അതായത് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ഔട്ട്ലൈൻസ് ഓഫ് എ ഫിലോസഫി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് മാൻ. 1784 1791 ഇടയിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ ഡാർവിൻ്റെ പ്രോഗ്രസീവ് തിയറിയെ, അതായത് എല്ലാ ജീവജാലങ്ങളും മനുഷ്യരുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അതുപോലെ തന്നെ പുരോഗമനപരമായിട്ട് അത് വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ 4 ഭാഗങ്ങളായി വിഭജിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. R.G. കോളിംഗ്വുഡിൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ മാർവലസ്ലി ക്വാണ്ടിറ്റി ഓഫ് ഫെർട്ടൈൽ ആൻഡ് വാല്യുബിൾ തോട്ട്സ്, ഫലഭൂഷ്ടവും വിലപ്പെട്ടതുമായ ചിന്തകളുടെ അത്ഭുതകരമായ അളവ് എന്നാണ് നമ്മുടെ ജോഹാൻ ഹേർഡറിൻ്റെ തോട്ട്സിനെ കുറിച്ച് R.G. കോളിംഗ്വുഡ് പറഞ്ഞിട്ടുള്ളത്. ഫലഭൂഷ്ടവും വിലപ്പെട്ടതുമായ ചിന്തകളുടെ അത്ഭുതകരമായ അളവ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അദ്ദേഹം ചരിത്രകാരന്മാരുടെ താല്പര്യങ്ങളെ രാഷ്ട്രീയവും നയതന്ത്രപരമായ ചരിത്രത്തിൽ നിന്നും മാറ്റി സാമൂഹികവും സാംസ്കാരികവും ബൗദ്ധികവുമായ ചരിത്രത്തിലേക്ക് തിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രം മൊത്തത്തിൽ മനുഷ്യശക്തിയുടെയും പ്രവർത്തനങ്ങളുടെയും സഹജവാസനകളുടെയും തികച്ചും സ്വാഭാവികമായിട്ടുള്ള ചരിത്രമാണ്. Herder proposed a racial division of mankind with evolution of differentiation of mankind into various races, each race closely related to its geographical environment. Among the races thus formed, he held the Europeans as privileged higher form owing to geographical and climatic peculiarities of Europe. Herd's philosophy of history and culture caused a ferment of fundamental thinking in Germany known as Romanticism and sowed the seeds of cultural nationalism nurtured later by Goethe, Kant, Hegel. The whole movement was based on the primacy of feeling and emotion, and from Germany its influence spread throughout Europe. മനുഷ്യരാശിയെ വിവിധ വംശങ്ങളായിട്ട് വേർതിരിക്കുന്ന പരിണാമത്തോടെ മനുഷ്യരാശിയുടെ വംശീയ വിഭജനം ഹേർഡർ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വംശവും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ അന്തരീക്ഷവുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ്. അങ്ങനെ രൂപപ്പെട്ട വംശങ്ങളിൽ യൂറോപ്പിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കൊണ്ടും അദ്ദേഹം യൂറോപ്യന്മാരെ ഉയർന്ന രൂപമാക്കി കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹേർഡറുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള തത്വം എന്താ, ജർമ്മനിയിലെ റൊമാൻറ്റിസിസം എന്നറിയപ്പെടുന്ന അടിസ്ഥാന ചിന്താഗതിക്ക് കാരണമാകുകയും പിന്നീട് ഗോത്തെ, കാന്റ്, ഹെഗൽ തുടങ്ങിയവർ വളർത്തിയെടുത്ത സാംസ്കാരിക ദേശീയതയുടെ വിത്തുകൾ പാകുകയും ചെയ്യുന്നുണ്ട്. ഇത് യൂറോപ്പ് മുഴുവൻ ചലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരു ചിന്താഗതിയായിരുന്നു. ഹേർഡേഴ്സ് ഫിലോസഫി ഓഫ് നാഷണൽ കൾച്ചർ ആൻഡ് നാഷണൽ ക്യാരക്ടർ വാസ് റൂട്ടഡ് ഇൻ റൊമാൻറ്റിസിസം. ഹി ഡിക്ലെയർഡ് ദാറ്റ് ഓൾ ട്രൂ കൾച്ചർ ഓർ സിവിലൈസേഷൻ മസ്റ്റ് റൈസ് ഫ്രം നാറ്റീവ് റൂട്ട്സ്, ദ ലൈഫ് ഓഫ് കോമൺ പീപ്പിൾ, ആൻഡ് നോട്ട് ഫ്രം ദ cosmopolitan life of upper classes. Each civilization, according to him, is a biological and spiritual entity, a plant and organism with its own birth, maturity, decline and death. Each national culture is a unique entity with its own inherent character, its own language, religion, moral code, literature and art.
It is this national culture that molds national character and determine the history of people. ദേശീയ സംസ്കാരത്തെയും ദേശീയ സ്വഭാവത്തെയും കുറിച്ചുള്ള ഹേർഡറുടെ തത്വചിന്ത റൊമാൻറ്റിസിസത്തിന് യഥാർത്ഥ സംസ്കാരവും നാഗരികതയും ഉയർന്നു വരേണ്ടത് വോൾക്ക്, അതായത് സാധാരണക്കാരുടെ ജീവിതം എന്നതിൽ നിന്നാണ്, അല്ലാതെ ഉയർന്ന വർഗങ്ങളുടെ കോസ്മോപൊളിറ്റൻ ജീവിതത്തിൽ നിന്നല്ല. അപ്പോൾ ഓരോ നാഗരികതയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു ജൈവശാസ്ത്രപരവും ആത്മീയവുമായ അസ്തിത്വമാണ്. ഇപ്പോൾ ഒരു ചെടിയാണ്. ഇപ്പോൾ സ്വന്തം ജനനവും പക്വതയും തകർച്ചയും മരണവുമുള്ള ഒരു ജീവിയാണ്. അപ്പോൾ ഓരോ ദേശീയ സംസ്കാരവും അതിൻ്റേതായ അന്തർലീനമായിട്ടുള്ള സ്വഭാവം, സ്വന്തം ഭാഷ, മതം, ധാർമ്മികമായിട്ടുള്ള ഒരു കോഡ്, അതുപോലെ സാഹിത്യം, കല എന്നിവയ്ക്കുള്ള ഒരു അതുല്യമായ അസ്തിത്വമാണ്. അപ്പോൾ ഈ ദേശീയ സംസ്കാരമാണ് ദേശീയ സ്വഭാവം രൂപപ്പെടുത്തുന്നതും ആളുകളുടെ ചരിത്രം നിർണ്ണയിക്കുന്നതുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹേർഡർ exhorted historians to sympathize with the nation and feel themselves into it. He went against the Enlightenment historians and asserted that everything is relatively right into its own historical context. His ideas on race and cultural nationalism were later used in assertion of superiority of Europeans and imperialism. ഇപ്പോൾ രാഷ്ട്രത്തോട് സഹതപിക്കാനും അതിൽ സ്വയം അനുഭവിക്കാനും ഹേർഡർ ചരിത്രകാരന്മാരെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ജ്ഞാനോദയ ചരിത്രകാരന്മാർക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചു. എല്ലാം അതിൻ്റേതായ ചരിത്ര പശ്ചാത്തലത്തിൽ താരതമ്യേന ശരിയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വംശത്തെയും സാംസ്കാരിക ദേശീയതയെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെയും സാമ്രാജ്യത്തിൻ്റെയും ശ്രേഷ്ഠത സ്ഥാപിക്കാൻ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. ആദ്യത്തെ പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അതായത് ജർമ്മൻ റൊമാൻറ്റിക് പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനായിരുന്ന വ്യക്തിയായിരുന്നു ആര്? ജോഹാൻ ഹേർഡർ അല്ലേ. അദ്ദേഹം 1744 1803 ഇടയിൽ ജീവിച്ചു. അദ്ദേഹം ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തത്വചിന്തയിൽ ഒരു ഇന്നൊവേറ്റർ ആയിരുന്നു. പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു. 1784 1791 ഇടയിൽ അദ്ദേഹം ഒരു ജർമ്മൻ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഔട്ട്ലൈൻസ് ഓഫ് എ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി ഓഫ് മാൻ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് നെയിം. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും മനുഷ്യരുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പുരോഗമനമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അതിൻ്റെ അവകാശവാദത്തിൽ അദ്ദേഹം ഡാർവിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ആർ.ജി. കോളിംഗ്വുഡ് വിശേഷിപ്പിക്കുന്നത് ഫലഭൂഷ്ടവും വിലപ്പെട്ടതുമായ ചിന്തകളുടെ അത്ഭുതകരമായ അളവ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രകാരന്മാരുടെ താല്പര്യങ്ങളെ രാഷ്ട്രീയവും നയതന്ത്രപരമായ ചരിത്രത്തിൽ നിന്നും മാറ്റി സാമൂഹികവും സാംസ്കാരികവും ബൗദ്ധികവുമായ ചരിത്രത്തിലേക്ക് ശ്രദ്ധ തിരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എന്നുള്ളത് മൊത്തത്തിൽ മനുഷ്യശക്തിയുടെയും പ്രവർത്തനങ്ങളുടെയും സഹജവാസനകളുടെയും തികച്ചും സ്വാഭാവിക ചരിത്രമാണ്. അപ്പോൾ മനുഷ്യരാശിയെ വിവിധ വംശങ്ങളായി വേർതിരിക്കുന്ന പരിണാമത്തോടെ മനുഷ്യരാശിയുടെ വംശീയ വിഭജനം അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വംശവും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ അന്തരീക്ഷവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അങ്ങനെ രൂപപ്പെട്ട വംശങ്ങളിൽ യൂറോപ്പിൻ്റെ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാ സവിശേഷതകളും കാരണം അദ്ദേഹം യൂറോപ്യന്മാരെ ഉയർന്ന രൂപങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഹേർഡറുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള തത്വചിന്ത ജർമ്മനിയിലെ റൊമാൻറ്റിസിസം എന്നറിയപ്പെടുന്ന അടിസ്ഥാന ചിന്താഗതികൾക്ക് കാരണമാകുന്നുണ്ട്. പിന്നീട് ഗോദെ, കാന്റ്, ഹെഗൽ തുടങ്ങിയവർ വളർത്തിയെടുത്ത സാംസ്കാരിക ദേശീയതയുടെ വിത്തുകൾ അദ്ദേഹം പാകുന്നുണ്ട്. അപ്പം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ തത്വചിന്തയിലൂടെ യൂറോപ്പിലുടനീളം ഈ ഒരു പുതിയ കൺസെപ്റ്റ് വ്യാപിക്കാനിടയായി. ദേശീയ സംസ്കാരത്തെയും ദേശീയ സ്വഭാവത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തത്വചിന്ത റൊമാൻറ്റിസിസം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചു. എല്ലാ യഥാർത്ഥ സംസ്കാരവും നാഗരികതയും ഉയർന്നു വരേണ്ടത് വോൾക്ക് അഥവാ സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്നാണ്, അല്ലാതെ ഉയർന്ന വർഗ്ഗക്കാരുടെ കോസ്മോപൊളിറ്റൻ ജീവിതത്തിൽ നിന്നല്ല. അപ്പോൾ ഓരോ നാഗരികതയും അവൻ്റെ അഭിപ്രായത്തിൽ ഒരു ജൈവശാസ്ത്രപരവും ആത്മീയവുമായ അസ്തിത്വമാണ്. ഒരു ചെടിയാണ് ഒരു ചെടിയാണ്. ഇപ്പോൾ സ്വന്തം ജനനവും പക്വതയും തകർച്ചയും മരണവുമുള്ള ഒരു ജീവിയാണ്. അപ്പോൾ ഓരോ ദേശീയ സംസ്കാരവും അതിൻ്റേതായ അന്തർലീനമായ സ്വഭാവം, സ്വന്തം ഭാഷ, മതം, ധാർമ്മിക കോഡ്, സാഹിത്യം, കല എന്നിവയുള്ള ഒരു അതുല്യ അസ്തിത്വമാണ്. അപ്പോൾ ഈ ദേശീയ സംസ്കാരമാണ് ദേശീയ സ്വഭാവം രൂപപ്പെടുത്തുന്നതും ആളുകളുടെ ചരിത്രം നിർണ്ണയിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രാഷ്ട്രത്തോട് സഹതപിക്കാനും അതിൽ സ്വയം അനുഭവിക്കാനും
ചരിത്രകാരന്മാരെ അദ്ദേഹം ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജ്ഞാനോദയ ചരിത്രകാരന്മാരെ അദ്ദേഹം വിമർശിക്കുന്നു. എല്ലാം അതിൻ്റേതായ ചരിത്ര പശ്ചാത്തലത്തിൽ താരതമ്യേന ശരിയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പോൾ വംശത്തെയും സാംസ്കാരിക ദേശീയതയെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെയും സാമ്രാജ്യത്തിൻ്റെയും ശ്രേഷ്ഠതകൾ സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് റൊമാൻറ്റിസിസത്തെക്കുറിച്ചാണ്. ഈ റൊമാൻറ്റിസിസം എന്ന ആശയത്തെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.